പ്രിയ സുഹൃത്തുക്കളെ, സുപ്രഭാതം. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ച പുസ്തകങ്ങളാവാം, കണ്ട വ്യക്തികളാകാം, നിങ്ങൾ കേട്ടതാകാം, ചില വാക്കുകളാകാം, ചില സ്ഥലങ്ങളാകാം. കള്ളിയങ്കാവിൽ നീലിയൊക്കെ വായിക്കുമ്പം ആ പല മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. പാല കാണുമ്പം നമുക്ക് പല ഓർമ്മയും വരും. കാട് കാണുമ്പം, മല കാണുമ്പം നാറാണത്ത് ഭ്രാന്തനെ ഓർക്കും. കാട് കാണുമ്പോൾ എനിക്ക് ആമസോൺ താഴ്വാരങ്ങൾ ഓർമ്മ വരും. ചില വ്യക്തികളെ കാണുമ്പം യേശുക്രിസ്തു ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. സോക്രട്ടീസ് പുസ്തകം എഴുതിയിട്ടില്ല, അദ്ദേഹം എഴുതാതെ തന്നെ ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഷോപ്പനവർ എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ട്, ഫിലോസഫർ. അദ്ദേഹം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഫ്രോയിഡിനെ കൂടാതെ സൈക്കോളജി പഠിപ്പിക്കാനൊക്കെ ഇല്ലെന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. എവിടെ ചുക്കിയറത്തെ കപ്ഷായിൽ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒരുപാട് മനുഷ്യർ നമ്മളെ താത്വികമായിട്ട്, മാനസികമായിട്ട്, വൈകാരികമായിട്ടൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കും. നിങ്ങൾ ഇതുവരെ ജീവിച്ചിത്ര നാൾ നിങ്ങളുടെ ഈ ശരീരം കൊണ്ട് നിങ്ങൾക്ക്, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാളെങ്കിലും നേരും നന്മയൊക്കെ ആപേക്ഷികമാണെന്ന് ആലോചിക്കണം, വഴിയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? സമയം കിട്ടുമ്പോഴേ നിങ്ങളുടെ ശരീരം എന്നുള്ളത് എന്താണെന്ന് നോക്കിക്കേ. മൂക്ക്, വായ, ചെവി, കണ്ണ്, ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ. പിന്നെ എവിടെയോ ഒരു ജീവൻ നമ്മുടെ തുടിയുന്നുണ്ട്. ഈ ജീവൻ കൊണ്ടും ഈ നമ്മുടെ ശരീരത്തുള്ള ചലനം കൊണ്ടും നമുക്ക് ഒരാളെയെങ്കിലും സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. സ്വാധീനിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയണം. നിറഞ്ഞ പാത്രമേ തുളുമ്പത്തുള്ളൂ. എന്തൊക്കെ നിറയണം? ജ്ഞാനം നിറയണം, അനുഭവം നിറയണം. അതോടൊപ്പം തന്നെ അനുഭവം എത്ര നിറഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും സാംശീകരിക്കാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കും. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കും തോറും ഏറും പറയത്തില്ലേ? ഈ വിദ്യ എന്നത് ഒരു നമ്മൾ ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ ഇലിസ്ട്രേറ്റഡ് ഡിക്ഷണറി വാങ്ങിച്ച് നോക്കുന്നതല്ല. വിവേകാനന്ദൻ പറഞ്ഞ പോലെ എന്താണ് വിദ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവ് മാത്രം പ്രദാനം ചെയ്യുന്നതാണ് വിദ്യയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യ കൊടുക്കുന്ന ആളാരാ? അത് എൻസൈക്ലോപീഡിയ. അതല്ല അനുഭവത്തിൻ്റെ തീച്ചുളയിൽ നിന്ന് കാച്ചി കുറുക്കിയെടുത്ത് ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും വിദ്യയാണ്. അതുകൊണ്ട് നിറയട്ടെ, ഉള്ളു നിറയട്ടെ, നന്മ നിറയട്ടെ. നന്മകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. ഒരു പുഞ്ചിരി കൊണ്ട് പോലും പ്രചോദനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫേമസ് കിസ്, അതായത് ഫേമസ് ആയിട്ട് ചുംബനം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ചുമ്മാ എന്നൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് ചുമ്മ കൊടുത്തു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചുംബനമായി കണ്ടുപിടിച്ചു കുട്ടികൾ ആ ചുംബനം ഏതാണെന്ന്. മൊണാലിസ എന്നൊരു ചിത്രം വരച്ചതുകൊണ്ട് ഒരു മൊണാലിസ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ചിത്രത്തിൽ നിന്ന് ആ ചിത്രം വരച്ചുകൊണ്ട് മാത്രം ആ ചിത്രകാരൻ ഫേമസായി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഫേമസ് ആവണമെന്ന് ഞാൻ പറയില്ല. ഒരാളെങ്കിലും ഒരു ചെറിയ വാക്കുകൊണ്ട് നന്മയിലേക്ക് നയിക്കാനും നന്മയുണ്ടാവാനും നന്മയുണ്ടാക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് വേണ്ടുന്നത് മറ്റൊന്നുമല്ല, കണ്ണിൽ കാണുന്ന എല്ലാത്തിൽ നിന്നും അനുഭവം സ്വീകരിക്കുക. ഉറുമ്പിൽ നിന്ന് പഠിക്കാനുണ്ട്, തേനീച്ചയിൽ നിന്ന് പഠിക്കാനുണ്ട് വിശ്രമമില്ലാത്ത ജീവിതം. ഒഴുകി വരുന്ന റബ്ബർ പാലിൽ നിന്ന് പഠിക്കാനുണ്ട്, മുറിവേറ്റാൽ അതിൽ നിന്ന് രക്തം വരുമെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, നന്മയോടെ നിർത്തുന്നു. ഒരാൾക്കെങ്കിലും മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കാൻ യേശുക്രിസ്തു പറഞ്ഞ പോലെ വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിൽ കൊണ്ടുവെക്കാറില്ല. വിളക്ക് കത്തിച്ച് ആരും ഒന്നിൻ്റെ കീഴിലല്ല വെക്കുന്നത്, അത് മറ്റുള്ളവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി പരസ്യമായിട്ടാണ് വെക്കുന്നത്. നിന്ന് കത്തുന്ന വെളിച്ചമാകട്ടെ നിങ്ങളൊക്കെ. നന്മയുള്ള നല്ല ദിവസം. ജോൺസൺ കരുതി.